ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ കാഴ്ചക്കാരന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒരു നല്ല സിനിമ കണ്ട ഫീല്. അതാണ് ഈ മൂവി പൊന്മാൻ. പേര് പോലെ തന്നെ തങ്കം സാർ അവര്. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിന്റെയും ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ ഒക്കെ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്ത ജ്യോതിഷ് ശങ്കർ ആണ് ഈ മൂവിയുടെ ഡയറക്ടർ. 4-5 ചെറുപ്പക്കാർ എന്ന GR ഇന്ദുഗോപന്റെ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫും ലിജോമോൾ ജോസും സജിൻ ഗോപും ഒക്കെയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ മൂവിയുടെ കാസ്റ്റിംഗ് ആണ്. PP അജേഷ് എന്ന ജ്വല്ലറി സെയിൽസ് ഏജന്റിന്റെ റോള് ബേസിൽ സത്യത്തിൽ അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. ബേസിലിന്റെ മൂവീസ് ഒന്നും ഇതുവരെ എന്നെ ഡിസപ്പോയിന്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനെ നമ്മൾ സമ്മതിച്ചാൽ മതിയാവും. ഈ ഒരു കാരണം തന്നെ ഒരു പ്രോമിസിങ് ആക്ടർ എന്ന ലെവലിലേക്ക് പുള്ളിക്കാരനെ എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. അതുപോലെ തന്നെ ലിജോമോളിന്റെ സ്റ്റെഫി എന്ന ക്യാരക്ടറും ഈക്വലി അപ്രീസിയേഷൻ ഡിസേർവ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. സജിൻ ഗോപുവിന്റെ മരിയാനോ, ആനന്ദ് മന്മഥന്റെ ബ്രൂണോ, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് അവരുടെ ബെസ്റ്റ് തന്നെ ഈ മൂവിയിൽ കൊടുത്തിട്ടുണ്ട്. സിനിമ കാണുന്ന ഏതൊരാൾക്കും സ്വന്തം ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീൻസ് ഈ സിനിമയിലുണ്ട്. പിന്നെ ഒരു ഹൈലൈറ്റ് ഇതിലെ ഡയലോഗ്സ് ആണ്. നമ്മുടെ ലൈഫിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ തകർന്ന് പൊളിഞ്ഞ് പണ്ടാരടങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട കുറച്ച് മോട്ടിവേഷൻ ഡയലോഗ്സ് ഉണ്ടല്ലോ, അതാണ് ഇതിൽ ബേസിലെ ഡയലോഗ്സ്. കൊല്ലം ജില്ലയിലെയും മണ്ടോത്തുരത്തിലെയും ഒക്കെ ആളുകളുടെ ജീവിതവും അവിടുത്തെ പ്രകൃതി ഭംഗിയും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിൽ ഒന്നായ ഡൗറി, സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനങ്ങളും ആത്മഹത്യകളും ഒക്കെ നടക്കുന്ന ഈ ഒരു സമയത്ത് നല്ലൊരു മെസ്സേജോടുകൂടെ ഈ ഒരു സബ്ജക്ട് എക്സിക്യൂട്ട് ചെയ്തതിന് ഈ സിനിമയുടെ മുഴുവൻ ക്രൂവും കയ്യടി അറിയിക്കുന്നുണ്ട്. ഒരുപാട് നാടകീയതകളൊന്നും ഇല്ലാത്ത നല്ലൊരു മെസ്സേജോട് അവസാനിക്കുന്ന ഈ സിനിമ ഒരു മസ്റ്റ് വാച്ച് ഐറ്റം തന്നെയാണ്.